ഫിഷ് ടാങ്കുകളിൽ അമോണിയ സ്പൈക്ക് ആവാനായിട്ട് കാരണമാകുന്ന 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ഫിഷ് ടാങ്കുകളിൽ നടക്കുന്ന നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്ന പ്രോസസ്സ് ബ്രേക്ക് ആകുമ്പോഴാണ്. അതായത് മീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അമോണിയ നൈട്രൈറ്റ് ഫോമിലേക്കും അത് പിന്നീട് നൈട്രേറ്റ് ഫോമിലേക്കും കൺവേർട്ട് ചെയ്യുന്നത് ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ആണ്, അല്ലെങ്കിൽ നല്ല ബാക്ടീരിയകളാണ്. ഈ ബാക്ടീരിയകളുടെ അളവ് ഫിഷ് ടാങ്കിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ അമോണിയ സ്പൈക്ക് ആവും. ഈ അമോണിയ എന്ന് പറയുന്നത് മീനുകൾക്ക് എക്സ്ട്രീംലി ടോക്സിക് ആണ്. നമ്മൾ ടെസ്റ്റ് കിറ്റുകൾ ഉപയോഗിച്ച് റീഡിംഗ് എടുക്കുന്ന സമയത്ത് അമോണിയയുടെ അളവ് 0.25 വന്നാൽ തന്നെ അത് ഡേഞ്ചറസ് ആണ്. അമോണിയ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വരേണ്ടത് 0 ppm ആണ്. ഇനി അമോണിയ വെള്ളത്തിൽ കൂടാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ മീനുകൾക്ക് ഓവർ ഫീഡ് ചെയ്യുമ്പോഴാണ്. ഫുഡ് വേസ്റ്റ് കൂടുന്നതിനനുസരിച്ച് അമോണിയയുടെ അളവും കൂടാനായിട്ട് തുടങ്ങും. ഇനി മൂന്നാമത്തെ കാരണമായിട്ട് വരുന്നത് മീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റിന്റെ അളവ് കൂടുമ്പോഴാണ്. ഇത് കൂടുതലായിട്ട് സംഭവിക്കുന്നത് നമ്മൾ എണ്ണത്തിൽ കൂടുതൽ മീനുകൾ ഒരു ടാങ്കിൽ ഇടുമ്പോഴാണ്. ഇനി നാലാമത്തെ കാരണമായിട്ട് വരുന്നത് നമ്മൾ ഫിഷ് ടാങ്കുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫിൽട്രേഷൻ സെറ്റപ്പ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ വരുമ്പോഴാണ്. പ്രധാനമായിട്ടും ബയോളജിക്കൽ ഫിൽട്രേഷൻ. ഈ ഒരു ഫിൽട്ടർ സെറ്റപ്പിനകത്താണ് നമ്മുടെ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയാസ് കോളനികൾ കൂട്ടുന്നത്. ഇനി അമോണിയ സ്പൈക്ക് ആവാനായിട്ടുള്ള അവസാനത്തെ കാരണമായിട്ട് വരുന്നത് നമ്മൾ ഫിഷ് ടാങ്കുകളിൽ പ്രോപ്പറായിട്ടുള്ള റുട്ടീൻ വാട്ടർ ചേഞ്ച് കൊടുക്കാതെ വരുമ്പോഴാണ്. ഫിഷ് ടാങ്കുകളിലെ വെള്ളത്തിന്റെ pH, അതുപോലെ തന്നെ അമോണിയ, നൈട്രൈറ്റ്, നൈട്രേറ്റ് ഇതെല്ലാം ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് കിറ്റുകൾ, അതുപോലെ തന്നെ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് നമ്മൾ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്.